വെൽക്കം ബാക്ക്. ഇത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പുത്തൻ ചാനലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ GTR ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ വണ്ടി നമുക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്യണം. ഒരു പ്രോപ്പർ വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമുക്ക് ഇത് കൊടുക്കണ്ടടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് ന്യൂസൊക്കെ ഉണ്ടാവും. പിന്നെ സഹകരിക്കണം. അപ്പോൾ ഞാനൊന്ന് ഇതൊക്കെ ഇട്ട് വരാം. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് ട്യൂൺ ചെയ്ത് സെറ്റൊക്കെ ഉണ്ട്. നമ്മുടെ റിയൽ വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് ഫസ്റ്റ് തന്നെ ആക്സിഡൻറ്റ് നമ്മുടെ സിറ്റി വരെ പോയാലോ നല്ല ഇതുണ്ട് കേട്ടോ ഗീസ്. എനിക്ക് വണ്ടിയുടെ ചെറിയൊരു റേസ് വരുന്ന പോലെ എനിക്ക് നമ്മുടെ വേറൊരു ഗ്യാരേജ് ഉണ്ട് ഗീസ്. നമുക്ക് ആ ഗ്യാരേജ് നല്ല പാടാണ് ഗീസ്. ഇത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മാതിരി പാടാണ്. സത്യം പറയാലോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറേ ഉണ്ട്. ഒന്ന് സഹകരിച്ചൊക്കെ കാണുക. സ്റ്റാർട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റാർട്ടായിട്ടുണ്ട് ഗീസ്. നമ്മുടെ റേസ് അങ്ങനെ സ്റ്റാർട്ടായിരിക്കുന്നു. വണ്ടിയിലിരിക്കുന്ന വണ്ടി ഉണ്ടോ നിങ്ങൾ? സെറ്റപ്പ് വണ്ടിയാണ് ഗീസ്. ആ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് അടി. നമുക്ക് ആ വണ്ടി നമുക്ക് എടുക്കാൻ എങ്ങനെയും ഒരു അത് പറ്റൂല ഗായ്സ്. അപ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് നിർത്തണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഒരു നമുക്ക് എന്തുവാ ഗീസിന്. ഓക്കെ ഗീസ്, നമുക്കിനി ചെറിയൊരു അപ്പോൾ ഗീസ് ഞാൻ ഈസായിട്ട് നമ്മുടെ ഇതെടുത്ത് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗീസ് നമ്മൾ ചെറിയൊരു കറക്കത്തിന് വന്നാണ്. വണ്ടി ഫുള്ളിരുന്നൊന്നും കറക്കാൻ വെച്ച് നമുക്ക് നൈസായിട്ട് അങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. എൻ്റെ ഡ്രൈവിംഗ് ആണ് ഞെട്ടല്ലട്ടെ ഗീസ്. അത്ര എനിക്ക് പറയാനുള്ളൂ.
ഹൊറർ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നൈസായിട്ട് ലൈക്ക് ആൻഡ് സബ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനേതാ കാറാണ്. ആ വണ്ടി ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. നമുക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഗീസ് നമ്മൾ പിന്നെ വന്നിരിക്കുന്നു. നമ്മളെ വണ്ടി നമുക്ക് നേരിട്ട് കഴിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഗീസ് വണ്ടി. എൻ്റെ അറിയാ ഞാൻ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചാൽ നമ്മൾ തുടങ്ങാത്ത. പിന്നെ എല്ലാവരും ലൈക്കും സർബും സബ് വേറെ പ്രശ്നമില്ല. ഒരു പൈസ ഈ വണ്ടി കൊള്ളാടി നമുക്ക് നൈസായിട്ടാവോ ഓഫ് റോഡിങ് ഇറക്കാൻ നമുക്ക് ഇത് നേരെ ഓഫ് റൈഡിങ്ങിൽ ഇറക്കിയാലോ ഓക്കെ അല്ലേ? ഇത് നേരെ ഓഫ് റോഡിങ്ങിൽ ഇറക്കാം. ഇത് ഇതിൻ്റെ സൗണ്ട് കേട്ടോ കേട്ടില്ല. ഇത് എന്താണ് ഇത്? ഇനി റോബ്ലോക്സിൻ്റെ വീഡിയോസ് ഞാൻ ഇടും. പിന്നെ മാക്സിമം ഹൈപ്പ് ചെയ്യുക, എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ വേറെ ആൾക്കാർ കാണത്തുള്ളൂ. നമ്മൾ നൈസായിട്ട് നമ്മുടെ ഓഫ് റോഡിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി നമ്മുടെ മെയിനായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. ഈ വഴിയിൽ നിന്ന് പോയാലേ പോവാം. ഇത് ഇതിൻ്റെ ഇത് കണ്ടില്ല. ഞാൻ ഈ ഗെയിം അത്യാവശ്യം നേരത്തെ കളിക്കുന്നു. പിന്നെ സുപ്ര വേണമെന്ന് പറയണം. സുപ്ര നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ മാക്സിമം കണ്ടു ചെയ്യണം. നമുക്കൊരു മല കിട്ടും. ഈ മലയ്ക്ക് കിട്ടും. ചെറിയൊരു പണിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കേട്ടിയേക്കാം. ഇവിടെ ഒരു എക്സ്പി പോയിൻ്റ് ഒക്കെ ആവശ്യമുണ്ട്. എനിക്കിനി വണ്ടി ഒന്ന് ചാടി ചെയ്യാൻ വേണ്ടി. കുഴപ്പമില്ല, വണ്ടി കൺട്രോളിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ചേരും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് പോകണമെങ്കിൽ വഴിയുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊന്നുമില്ല, എന്നാലും ഫ്രണ്ട്സ് പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ മഴയൊക്കെ ചാടി കിടക്കാനുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ? ഇവിടെ പൈസ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഈ ഇത് അത്യാവശ്യം ഓപ്പോസിറ്റ് നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടും. ഇവിടെ കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ കയറാം. അടി കെട്ടില്ല അത് സെറ്റപ്പൊന്നും. പിന്നെ തുമ്മൂനെ പറയണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും. ഒന്ന് സഹകരിച്ച് പെരുമാറുക. ഇത് കയറില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ബാക്ക് അടിച്ച് കയറ്റി നോക്കാം. ഒന്നിനും കയറ്റാൻ പക്ഷെ ശരിക്കും കയറിയാണ്. കുഴപ്പമില്ല. കയറുന്നുണ്ട്. പക്ഷേ കേട്ടില്ലായിരുന്നു. ഇവിടെ മാരിക്കണം കൊടുക്കും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പോയേക്കാം. ഇന്റീരിയറിൽ കിട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എയർപോർട്ട് വരെ ഒന്ന് പോയിട്ട് വരണ്ടേ? നമുക്ക് നേരെ എയർപോർട്ടാണ് നമ്മുടെ വിളിച്ച്. നമ്മുടെ ഗ്യാരേജ് ഇവിടെ ഉണ്ട്. ആവശ്യം നമ്മുടെ ഗ്യാരേജ് മതി. നമ്മുടെ കൂട്ടുകാരും മണി വരും. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ഇതാണ് നമ്മുടെ ഗ്യാരേജ് എന്ന് പറയാലോ. നമുക്കിനി തിരിച്ചു പോയാൽ ഈ എയർപോർട്ട് പക്ഷെ എയർപോർട്ട് വഴി കളിക്കും. അത് ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് തിരിച്ചൊന്നും ഇല്ല. നമുക്ക് കാണിക്കൊന്നും നമുക്ക് നേരെ എയർപോർട്ടിലേക്കുള്ള വഴി ഇവിടെയാണ് കാണിക്കുന്നില്ല. എക്സ്ട്രീം സിറ്റി ഇവിടെയാണ്. എയർപോർട്ട് ഈ വഴിയുണ്ട്. ഞാൻ മാറുന്നില്ല. അതൊക്കെ കയറി തന്നെ 2-3 മാസം നാളെ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് എടുക്കും. എൻ്റെ അക്കൗണ്ടൊക്കെ എടുത്ത് എയർപോർട്ട് ഇങ്ങോട്ടൊക്കെ ഇവിടെ ഒരു ലോഡിങ് ഉണ്ട്. അത് വന്നില്ല. ഓക്കെ, വണ്ടി
അക്കൗണ്ട് മാറിയെന്നാണ് എന്നോട് പറയുന്നത്. വീഡിയോ എടുക്കണം. Bye.